ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാട്ടോ, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. എൻ്റെ സ്വന്തം വീടെന്ന് പറഞ്ഞാൽ നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് സ്ഥലത്താട്ടോ എൻ്റെ വീടുള്ളത്, വഴിക്കടവിൽ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം എൻ്റെ രണ്ടാമത്തെ ചേച്ചി, ഞങ്ങൾ 3 ആളാണ്, 3 പെണ്ണും ഒരാണും. അപ്പോൾ രണ്ടാമത്തെ ചേച്ചി ബോംബെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊരു 31 വർഷത്തെ അവിടുത്തെ സർവീസിന് ശേഷം വീട്ടിലേക്ക് വന്നതാട്ടോ. അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവൾ വന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്, കുറച്ച് ദിവസമല്ല 2-3 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ പുറത്തെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഭജനമഠമാണ് കേട്ടോ. അപ്പോൾ ആ ഭജനമഠത്തിലേക്ക് പോകുന്നത് നമ്മളെ മുറ്റത്തുകൂടിയാണ്, മുറ്റത്തല്ല ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ ഉള്ളതാണ് കേട്ടത്. അപ്പോൾ ഇതേൽ തട്ടിയിട്ട് ഇന്നലെ അമ്പലത്തിൽ പിന്നെ വിളക്കൊക്കെ തേക്കാൻ വരുന്നത്, അല്ല അമ്പലത്തിലെ ഇതിനൊക്കെ വരുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പോകുമ്പോൾ ഇത് തട്ടിയിട്ട് വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടല്ലേ, ഇതിലെയാണ് അമ്പലത്തിലേക്ക് പോണേ. ഉണ്ട് വലത്തെ സൈഡിൽ കാണുന്നതാണ് ഞങ്ങളെ വീടിൻ്റെ മുറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ ഉണ്ട് നടുക്ക് തന്നെയുള്ളത്. അപ്പോൾ അത് ഞാൻ കുത്തിയിരുന്ന് വെട്ടി ഇതങ്ങനെ ആക്കിയിട്ടോ, ഈ തോതിലാക്കി. നമുക്ക് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലേ. എന്താ വെച്ചാൽ ഭയങ്കര കാതല. അതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല മഞ്ഞ കളറിൽ. എങ്ങനെയൊക്കെയോ എടുത്ത് ഞാൻ അത് നിരപ്പാക്കിയിട്ടോ, മണ്ണിൻ്റെ ലെവലിൽ ആ നിരപ്പാക്കി അവിടെ മണ്ണിട്ട് മൂടി. എന്താ വെച്ചാൽ ഇപ്പം മണ്ഡലമാസമല്ലേ, അപ്പം 41 ദിവസം അവിടെ പരിപാടികളുണ്ടാവും, ഭജന ഉണ്ടാവും. അപ്പം മക്കളൊക്കെ 6:30, 7 ആകുമ്പോൾ മക്കളും അമ്മമാരും ഒക്കെ വരും. നാമജപിക്കലും പിന്നെ ഭജനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 9:30 ആവും കേട്ടോ, 9-9:30 ആവും. അപ്പോൾ മക്കളെ ഇരുട്ടത്തൊക്കെ പോണതല്ലേ, അപ്പോൾ ഇത് തട്ടി എന്തെങ്കിലും വീണാൽ അത് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കിയതാട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഇതാ പൊന്നുട്ടി, പൊന്നുട്ടിയല്ല, ദേവിക എന്നാണ് എൻ്റെ ആങ്ങളേൻ്റെ മോളാണ്. അപ്പോൾ അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നതാട്ടോ. അപ്പോൾ 12:30 സമയത്താണ് അവൾ വരുന്നത്. 12:30 മണിയായിട്ടോ. ഞാൻ രാവിലെ തുടങ്ങിയതാണേ. അപ്പോൾ ഇതാ അവിടെയൊക്കെ റെഡിയാക്കി ഞാൻ അവിടെ തെച്ചിക്കമ്പ് കുഴിച്ചിട്ട് കേട്ടോ. നമുക്ക് തെച്ചിക്കമ്പ് പിന്നെ എന്താ വെച്ചാൽ അമ്പലം അടുത്തുള്ളത് കൊണ്ടേ എപ്പോഴും പൂവിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു തെച്ചി ഉണ്ട് കേട്ടോ, അതിൽ അധിക സമയവും പൂവ് ഉണ്ടാവലുണ്ട്. പിന്നെ അമ്പലത്തിൽ വരുന്നവരൊക്കെ കൊണ്ടുവരും, എന്നാലും അധികം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അമ്പലത്തിലേക്കൊക്കെ എടുക്കാമല്ലോ. അപ്പം ഞാനത് വിചാരിച്ചു. പിന്നെ കുറച്ച് തുളസി തൈ പറിച്ചു, തുളസി തൈയും കൂടി അവിടെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം തുളസിയൊക്കെ അപ്പുറത്ത് വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട്, പറമ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. തുളസിയൊന്നും കണ്ടാൽ വെട്ടിക്കളയില്ല. എന്താ വെച്ചാൽ അമ്പലത്തിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കിണറിൻ്റെ ചുറ്റിനും ഒക്കെ തുളസി തൈ ഉണ്ട്. എന്നാലും വീടിൻ്റെ മുറ്റത്തൊരെണ്ണം കുഴിച്ചിടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുളസി തൈ അവിടെ കുഴിച്ചിട്ട്, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ജപമാലയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അമ്പലത്തിലേക്കൊക്കെ, അത് കാണാനൊക്കെ നന്നായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഈ സൈഡിലൊക്കെ, അമ്പലത്തിൻ്റെ മുറ്റത്ത് അധികം സ്ഥലമില്ല, അതുകൊണ്ട് ഈ ഇതിലൊക്കെ നിന്നിട്ടാണ് കാണുന്നതേ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് നമ്മളെ വീടിൻ്റെ മുൻവശമാണ് കേട്ടോ. അത് താഴത്തെ ഭാഗമൊക്കെ റബ്ബർ തോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ നിറച്ചും ചെമ്പരത്തി ആട്ടോ. കുറേ കാലം ഞങ്ങൾ വന്ന് കൂടിയ സമയത്തുള്ള ചെമ്പരത്തികളാണ് അതൊക്കെ. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ പൂവുകളൊക്കെ കുറവാണ്. അപ്പോൾ അതൊന്നും വെട്ടാൻ അമ്മച്ചി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ് അവിടെ പൂവൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അവിടെ കാട് പിടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ അങ്ങോട്ട് നോക്കി ഈ കോലത്തിലാക്കിയിട്ടോ. ഞാൻ മണ്ണൊക്കെ അവിടെ നിരത്തി നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇത് ഐഡിയ എൻ്റെ മോട്ടൻ്റെ പുറം നടന്നിട്ടാട്ടോ. മോട്ടന് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ആയിട്ട് നടക്കും. അപ്പോൾ അത് കണ്ട് ഞാനും പഠിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് അഗ്ലോണിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചട്ടി വാങ്ങി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചട്ടിയൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഞാനത് ഇവിടെ നിലത്തവിടെ കുഴിച്ചിട്ടു കേട്ടോ, മണ്ണിലവിടെ കുഴിച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണാം.